DCCയെ വെല്ലുവിളിച്ച ബ്ലോക്ക് സെക്രട്ടറി. സഹകരണ ബാങ്കിനെ രക്ഷിക്കാനുള്ള അവസാന നീക്കവും പൊളിച്ചു. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ചെറുകോലിൽ വീണ്ടും അഡ്മിനിസ്ട്രേറ്റർ. 1 രൂപയുടെയും തട്ടിപ്പില്ല. എന്നാൽ ചെറുകോൽ സഹകരണ ബാങ്കിന് 7 കോടി രൂപയുടെ നഷ്ടം. നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടുന്നില്ല. ബാങ്ക് പ്രവർത്തനം നിശ്ചലം. നഷ്ടം ഡയറക്ടർ ബോർഡും ജീവനക്കാരും ചേർന്ന് തിരിച്ചടയ്ക്കണമെന്ന് സഹകരണ രജിസ്ട്രാർ. കെടുകാര്യസ്ഥതയും അശ്രദ്ധയും തകർത്ത് സഹകരണ ബാങ്കിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിലെ വിമത നീക്കം തകർത്തത്. വാഴക്കുന്നം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണ് ചെറുകോൽ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ Q488. കഴിഞ്ഞ 35 വർഷമായി CPM ആണ് ബാങ്ക് ഭരിച്ചു വന്നത്. കാലാകാലങ്ങളിൽ ഭരണസമിതി കാട്ടിയ അലംഭാവവും കെടുകാര്യസ്ഥതയും കൊണ്ട് മാന്യമായി പ്രവർത്തിച്ചു വന്ന ഈ സ്ഥാപനം 7 കോടി രൂപയുടെ കടത്തിൽ മുങ്ങി. ഇതോടെ അന്വേഷണമായി സമരമായി കേസായി. ഒടുവിൽ കടം നിലനിൽക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ജീവനക്കാരിൽ നിന്നും നഷ്ടകാലയളവിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ നിന്നും നഷ്ടത്തുക ഈടാക്കാൻ സഹകരണ രജിസ്ട്രാർ ഉത്തരവിട്ടത്. വായ്പ നൽകിയതിലെ ക്രമക്കേടും നിക്ഷേപത്തിൽ നിന്നും ശമ്പളവും മറ്റും ആനുകൂല്യങ്ങളും നൽകാൻ പാടില്ലെന്ന 73/2013 സർക്കാർ ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുമാണ് ബാങ്കിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കു കാരണം. അതോടെയാണ് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമായ 26 പേരിൽ നിന്ന് 4 കോടിയോളം രൂപ ഈടാക്കാൻ രജിസ്ട്രാർ ഉത്തരവിട്ടത്. 17,000 മുതൽ 30 ലക്ഷം വരെയാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഇങ്ങനെ പ്രവർത്തനം നിലച്ച ബാങ്കിലെ LDF ഭരണസമിതി രാജിവെച്ചിരുന്നു. തുടർന്നാണ് ഏപ്രിൽ 11 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇതോടെ നാട്ടിലെ ഒരു സ്ഥാപനം ഇല്ലാതാക്കരുതെന്ന ആഗ്രഹം നാട്ടിലുയർന്നു. ചെറുകോൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 11 നടക്കുവാനായിട്ട് നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിമതൻ്റെ ശല്യം കാരണം ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇല്ലാതായിരിക്കുകയാണ്. ഈ സൊസൈറ്റി കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് CPM നേതൃത്വം നടത്തുന്ന ഭരണസമിതിയിലാണ് ഭരണം നടന്നുകൊണ്ടിരുന്നത്. ഈ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കാരണം ഏകദേശം 7 കോടിയോളം രൂപ ഈ ബാങ്കിന് ബാധ്യത വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ഭരണസമിതിയിലേക്ക് കടന്നു വരുവാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പുറകോട്ട് നിൽക്കുന്ന സമയത്ത് ഈ നാട്ടിലെ സഹകാരികളുടെ ആഗ്രഹപ്രകാരം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പാനൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ വിമതനായിട്ട് വന്ന റഹീംകുട്ടി എന്ന കോൺഗ്രസിൻ്റെ നേതാവ് കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കാതെ വന്നിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ സൊസൈറ്റിക്ക് ഏകദേശം 2 ലക്ഷം രൂപ വീണ്ടും കടബാധ്യത ഉണ്ടാകും. അത് ഒഴിവാക്കാമെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത്. ഇതാണ് ഇപ്പോൾ ഇല്ലായ്മയായിരിക്കുന്നത്. ഈ ചെറുകോൽ പ്രദേശത്തെ സഹകാരികളുടെ ഈ ഒരു പ്രതീക്ഷ ഇതോടെ അസ്തമിച്ചിരിക്കുകയാണ്. തുറക്കാത്ത ബാങ്ക് തുറക്കാനും നിക്ഷേപകരുടെ തുക എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണമെന്നും നാട്ടുകാർ മോഹിച്ചു. UDFിൽ നിന്നുള്ള 10ഉം LDFിൽ നിന്നുള്ള 2 പേരും മത്സര രംഗത്ത് വന്നു. മത്സരം ഇല്ലാതായാൽ 2 ലക്ഷം രൂപ ലാഭിക്കാം. അതുകൊണ്ടാണ് ഇരു മുന്നണികളും കൂടുതൽ നോമിനേഷൻ നൽകാതിരുന്നത്. BJP മത്സര രംഗത്തു തന്നെ വന്നില്ല. ഇതിനിടയിലാണ് കോൺഗ്രസ് എഴുമറ്റൂർ ബ്ലോക്ക് സെക്രട്ടറി NK റഹീംകുട്ടി വിമതനായി നോമിനേഷൻ നൽകിയത്. ഇതോടെ മത്സരം ഉറപ്പായി. കോൺഗ്രസിന് ഒരിക്കലും ലഭിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മുന്നേറ്റമാണ് അവിടെ CPM നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് കയ്യിൽ വന്ന ഈ സൗഭാഗ്യം കോൺഗ്രസിൻ്റെ വിമതൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇത്തരം വിമത പ്രശ്നങ്ങൾ കാരണമാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഒരു കാലത്ത് കുത്തകയായിരുന്ന ഈ മേഖല മുഴുവൻ തകർന്ന് ഇപ്പോൾ കോൺഗ്രസിന് പൂർണ്ണമായിട്ടും ഈ ജില്ലയും ഇതേപോലുള്ള വിവിധ സഹകരണ സംഘങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇത് തിരിച്ചറിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഏപ്രിൽ 27 മുമ്പ് നോമിനേഷൻ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ഇദ്ദേഹത്തിന് അന്ത്യശാസനം നൽകി. എന്നാൽ പിൻവലിക്കാൻ റഹീംകുട്ടി തയ്യാറായില്ല. ഇതോടെ UDF സ്ഥാനാർത്ഥികൾ മുഴുവൻ നോമിനേഷൻ പിൻവലിച്ചു. സ്ഥാനാർത്ഥികൾ 7-ൽ താഴെ ആയതിനാൽ ഇലക്ഷൻ റദ്ദു ചെയ്യുകയും അഡ്മിനിസ്ട്രേഷൻ ഭരണം ഏർപ്പെടുത്തുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.